നമസ്കാരം. ഗേറ്റ് തുറക്കുന്നതിന്റെ സൂചനകൾ കുറച്ചുകൂടി വ്യക്തമായി കണ്ടു തുടങ്ങുന്നു. ശൈലികമന്ത്രി ആരംഭിക്കുന്നു. കസ്റ്റംസുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് 2 ആഴ്ച മുമ്പ് നടന്നിരുന്നു. കസ്റ്റംസ് ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മീറ്റിംഗ്. അതിന്റെ 2ാമത്തെ യോഗം ഇന്നലെ നടക്കുന്ന വിവരം അറിഞ്ഞു. അതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു, തീരുമാനങ്ങൾ എന്തായിരുന്നു, നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 2ാമതൊരു യോഗം നടക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത കൈവരിക്കുന്നു എന്ന് പറയാം. നമ്മൾ നിരന്തരം കലഹിക്കുന്നത് കൊണ്ടുകൂടിയാവാം, അല്ലാതെ ഗവൺമെന്റിന് നമ്മുടെ വിഷയത്തിൽ അത്ര താല്പര്യമുണ്ടായിട്ടല്ല. എന്തായാലും ജനുവരി 15 എന്നുള്ള ഒരു ഡെഡ് ലൈൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയത്ത് ഒരു ട്രിവാൻഡ്രം ട്രക്കത്തോണിന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു കണ്ടെയ്നർ പടമെടുത്ത് ഷുയൈബ്, ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു വ്യാപാരിയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം കണ്ടെയ്നർ അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗദിയിലാണ്, അല്ല സൗദി എന്നുള്ള കണ്ടെയ്നറാണ് അദ്ദേഹം അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ മാർക്കറ്റിൽ, ചാല മാർക്കറ്റിലിരുന്നയാൾ സൗദിയിലെത്തിയോ, സൗദിന്ന്. അപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞു വന്ന ട്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ആശയത്തിന് കുറച്ചുകൂടി വ്യക്തത, കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്ന വിധത്തിലായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും, പരിചയമുള്ള ഉൽപ്പന്നങ്ങൾ ചെറുതു മുതൽ വലുതുവരെ, കമ്പ്യൂട്ടർ മുതൽ വിമാനം വരെ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വലിയ വലിയ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉൽപാദനം നടക്കുകയും മറ്റു പല പോർട്ടുകൾ വഴി കയറി പോവുകയും ഒക്കെ ഇപ്പോഴേ ചെയ്യുന്നുണ്ട്. അതിനാക്കം കൂട്ടണമെങ്കിൽ അതിനൊരു വിവരമാണ് എനിക്ക് ഷുയൈബ് സൗദി അറേബ്യയിൽ നിന്ന് തന്നത്. അതിനു മുമ്പ് അദ്ദേഹം നൽകിയ ട്രാക്കത്തോണിൽ നൽകിയ കണ്ടെയ്നർ പുറപ്പെട്ടത് ഷെക്വ, ചൈനയിലെ ഷെക്വ പോർട്ടിൽ നിന്ന് 23/11 നവംബർ 23 പുറപ്പെട്ടു. 13/12 ദമാമിലെത്തി. 21 ദിവസം എടുത്തു. പിന്നെ ദമാമെന്ന് റിയാദിലെത്താൻ 24, വീണ്ടും 11 ദിവസം കൂടെ എടുത്തു. റിയാദിൽ വെച്ചാണ് അദ്ദേഹം ഈ ചിത്രം പകർത്തിയത്. ഈ സമയവും കപ്പൽ കമ്പനിയും ഒന്നുമല്ല വിഷയം. ചൈനയിൽ നിന്ന് അവിടെ എത്തുന്ന സാധനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഷുയൈബ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മേഖല ഫേർണിച്ചർ മേഖലയാണ്. ഫേർണിച്ചർ മേഖലയിൽ ഞാൻ ചോദിച്ചു എന്താണ് റോ മെറ്റീരിയൽസ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും തടി വരുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, തുണി വരുന്നത് ചൈന, തുർക്കി, പിന്നെ ഇന്ത്യ. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നമുക്ക് തുടരാം. ഇവിടെ നമ്മുടെ നാട്ടിലെ തുണിയുണ്ട്, ഇന്ത്യൻ്റെ തുണി എന്ന് വെച്ചാൽ ഭയങ്കര മാർക്കറ്റാണ് ഇവിടെ. സാധാരണ ചൈനയുടെ തുണി, ലോക്കൽ തുണിയുണ്ട്. ലോക്കൽ തുണി 5 റിയാൽ 6 റിയാൽ മുതൽ തുടങ്ങി 20 റിയാൽ 22 റിയാൽ വരെ ലോക്കൽ റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ചൈനയുടെ തുണിക്ക് 20-ന് മേളിൽ 50 രൂപ 60 റിയാൽ ആ റേഞ്ചിലുണ്ട്. പക്ഷെ ഇന്ത്യൻ്റെ തുണിക്ക് അതിനേക്കാൾ മേളിലാണ്. 25 രൂപ തുടങ്ങി ഏറ്റവും ലോക്കൽ തുണി 25 റിയാലാണെങ്കിൽ അതിന് മേളിലോട്ട് 100 റിയാൽ 150 റിയാൽ മീറ്ററിന് വില വരുന്ന തുണികളുണ്ട്. അതല്ല, സാമ്പത്തികമുള്ളവരൊക്കെ ഇന്ത്യൻ്റെ തുണി, കൂടിയ തുണി വാങ്ങിയാണ് അടിക്കുന്നത്. ഇന്ത്യൻ്റെ തുണി കഴിഞ്ഞാൽ അടുത്ത തുർക്കിയുടെ തുണിക്കാണ് വാല്യൂ ഉള്ളത്. അതിലെ ഒരു പോയിന്റാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. ചൈനയുടെ തുണിയുണ്ട് കുറഞ്ഞ നിരക്കിന്, അദ്ദേഹം പറഞ്ഞല്ലോ 5-6 റിയാൽ മുതൽ 20-22 റിയാൽ. പിന്നെ തുർക്കിയുടെ തുണിയുണ്ട്, ഇന്ത്യയുടെ തുണിയുമുണ്ട് കുറഞ്ഞ നിരക്ക് 25-100 റിയാൽ, പിന്നെ 150 റിയാൽ. ഇത് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 24 രൂപയോളം വരുന്നു ഇന്ന് ഒരു റിയാൽ. അപ്പൊ 100 റിയാലിന്റെ തുകയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത് ഇന്ത്യൻ തുണിക്ക് അവിടെ ഡിമാൻഡുണ്ട് എന്ന് പറഞ്ഞാൽ ധനികരായ വീട്ടുടമസ്ഥർ, അവർക്കാണല്ലോ ഇതിന്റെ ഫേർണിച്ചർ ഏറ്റവും കൂടുതൽ, അവർക്ക് ഈ ചൈനയുടെ തുണിയേക്കാൾ താല്പര്യം ഇന്ത്യൻ തുണിയാണ്, ഇന്ത്യൻ മെറ്റീരിയൽസ് ആണ്. അത് കഴിഞ്ഞാണ് തുർക്കി എന്ന് അദ്ദേഹം ഷുയൈബ് പറയുന്നുണ്ട്. ഇതാണ്
നമ്മൾ ഈ ട്രേഡിൽ നിന്നുകൊണ്ട് ഈ ട്രേഡ് മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. ഇന്ത്യൻ ഉൽപ്പന്നത്തിന് ചൈനീസ് ഉൽപ്പന്നത്തെക്കാൾ മികച്ച ഒരു ഡിമാൻഡ് അന്തർദേശീയ മാർക്കറ്റിലുണ്ട് എന്നുള്ളതൊരു പുതിയ അറിവാണ്. ഞാൻ ഈ ചൈനയുടെ ഡ്രാഗൺ മാൾ ദുബായിലാണെന്ന് തോന്നുന്നു, ഡ്രാഗൺ മാൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കിടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോയി കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. ചൈനയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ ലഭ്യമാണ്. ഏതാണ്ട് അതിന് തുല്യമാണ് ട്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്റർ. ഇത് ലോകത്തിന്റെ പല ഭാഗത്തും ഇനി നമുക്കത് ആവർത്തിക്കാം. പക്ഷെ തുടക്കം ഇവിടെ നിന്ന് വരണം. കാരണം എന്താണ്? ലോകത്തിന്റെ വ്യാപാരം നടക്കാൻ പോകുന്ന പ്രധാന കേന്ദ്രം ട്രിവാൻഡ്രമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇപ്പൊ തന്നെ കപ്പലുകൾ ക്രൂസ് ചേഞ്ച് വരാം, അല്ലാതെ ക്രൂയിസ് വെസൽസ് വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ എല്ലാം കൂടി ഒറ്റയടിക്ക് കാണാൻ പറ്റണം. പലയിടത്ത് സഞ്ചരിച്ച് കാണുന്നതിനേക്കാൾ പെട്ടെന്ന് ഒരു ഗുളിക രൂപത്തിൽ കൊടുക്കാൻ പറ്റിയാൽ അതിന്റെ ഇമ്പാക്ട് വളരെ പെട്ടെന്നുണ്ടാകും. ഉദാഹരണത്തിന് ഈ ഫേർണിച്ചർ തുണി, അതിന്റെ വിവിധ ഇനത്തിലുള്ള തുണി, വിവിധ വില നിലവാരം, ഇവയെല്ലാം ഒരു ഫ്ലോറിൽ, ഒരു കെട്ടിടത്തിന്റെ, നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് നീളത്തിലും വീതിയിലോട്ടും പോകണം, നമുക്ക് ആകാശത്തോട്ട് പണിയാം. ആ ട്രേഡ് സെന്റർ ആകാശത്തോട്ട് പല നിലകളായി പണിയുന്ന ഒരു ട്രേഡ് സെന്ററിൽ ഈ പറയുന്ന തരത്തിൽ തുണികൾ, വിവിധ തരം തുണികൾ ഡിസ്പ്ലേക്ക് വയ്ക്കാം. അപ്പോ കമ്പാരിസൺ ഉണ്ട്. നമുക്ക് ഏത് തുണി, ഏത് രാജ്യത്തിന്റെ തുണിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റണം. അപ്പൊ അതിന് നമ്മുടെ ഉദാഹരണത്തിന് നമ്മൾ എടുത്തത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ആണ്. അവരിൽ നിന്ന് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത്, നമ്മൾ പറഞ്ഞ ബിസിനസ് മോഡൽ കറക്റ്റാണ്. ഒരു കാര്യം കൂടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ആർട്ടിസാൻസിനാണ്. ഇത് കൈകൊണ്ട് ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അവരുടെ വില നിശ്ചയിക്കാം. അതിന്റെ വിൽപ്പനയുടെ നിശ്ചയ ശതമാനം മാത്രമാണ് ഈ പാർക്കിന് കൊടുക്കേണ്ടത്. അപ്പോൾ മുടക്കുമുതൽ യാതൊന്നുമില്ലാതെ വ്യവസായികളെ നമുക്ക് ഇതുപോലെ, രാജ്യം മുഴുവനുമുള്ള വ്യവസായികളെ, കയറ്റുമതിക്കാരെ ഇതുപോലെ അവരുടെ പ്രോഡക്ട്സ് നിരത്തി വെക്കാൻ ഒരു സെന്റർ ഉണ്ടാക്കി കൊടുത്താൽ, ഇങ്ങനെ രാജ്യത്തിന്റെ കാശ്മീർ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യവസായികളുടെ ഉൽപ്പന്നങ്ങൾ ഒരു കെട്ടിട സമുച്ചയത്തിനുള്ളിൽ നമുക്ക് കാണിക്കാൻ പറ്റിയാൽ, തുടക്കത്തിൽ നമുക്കിവിടെ ക്രൂസ് ചേഞ്ച് എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്, നാളെ മുതൽ ക്രൂയിസ് വെസൽസ് വരാം. അങ്ങനെ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയാൽ, അതാണ് നമ്മുടെ സർക്കാരിന്റെ പണി. അതാണ് ഫുട്ഫോൾസ് കൂട്ടുക എന്ന് പറയും. സന്ദർശകരുടെ എണ്ണം കൂട്ടണം. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ജോലി. അപ്പോഴാണ് ഈ വ്യാപാരവും ബിസിനസ്സും ട്രേഡും അതിന്റെയൊക്കെ ലീഡ്സ് പുറം രാജ്യത്ത് എത്തിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു സെന്റർ, അതിന്റെ കുറച്ചുകൂടി കൃത്യമായ ഒരു ആവശ്യകതയാണ് ഈ സൗദി അറേബ്യയിലെ തുണികളുടെ കമ്പാരിസൺ. തുർക്കി ആയാലും ചൈന ആയാലും ഇന്ത്യ ആയാലും വിവിധ തരം തുണികളുടെ ഈ കമ്പാരിസണിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു മേൽക്കൈ ലോകത്തെ അറിയിക്കുക എന്നുള്ള ഒരു ചുമതല ഇനിയുള്ള കാലത്ത് ട്രിവാൻഡ്രത്തിനാണ് കൈവന്നിരിക്കുന്നത്. കാരണം ആഗോള വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്ന ഒരു സ്ഥലമെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ മുഴുവൻ ഉൽപ്പന്നങ്ങൾ, ഇതിലൂടെ നമുക്ക് വലിയ തോതിലുള്ള കയറ്റുമതിയുടെ സാധ്യത വരും. ഇതിലൂടെ നമുക്ക് ലോകം മുഴുവനുമുള്ള വ്യാപാര അന്വേഷണങ്ങൾ വിമാനത്താവളം വഴിയും പോർട്ട് വഴിയും വരുന്ന ആളുകൾ വഴി നമുക്കിതിന്റെ അന്വേഷണങ്ങൾ കൂട്ടാൻ പറ്റും. അത്തരത്തിലൊരു സെന്ററിന് വലിയ പ്രാധാന്യം കൈവരുന്നതായിട്ടാണ് എനിക്ക് ഷുയൈബിന്റെ ഈ സൗദി അറേബ്യയിലെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി തന്നത്. സൗദിയിലെ ട്രാക്കത്തോണിന്റെ കഥ പറഞ്ഞപ്പോ കാസർഗോഡ് ഫൈസലിന് കഴിഞ്ഞ മാസത്തെ ഡിസംബർ തീരാൻ പോകുന്നു, നവംബർ മാസത്തെ സമ്മാനം അദ്ദേഹം കൈപ്പറ്റിയ ചിത്രം അയച്ചു തന്നു. അതുപോലെ സിമുലേറ്റർ ഉണ്ടായിരുന്നല്ലോ, റോട്ടർഡാം നഗരത്തിലെ നടുവിലിരുന്നു കൊണ്ട് സമുദ്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സിമുലേറ്റർ, അതിന്റെ വീഡിയോ കാണിച്ചിരുന്നല്ലോ. അതിൽ സമ്മാനം നേടിയ സുനിലും സമ്മാനം കൈപ്പറ്റി. സുനിലിന്റെ സമ്മാനം സ്പോൺസർ ചെയ്തത് ശ്രീ സ്റ്റീഫനാണ്. ഫൈസലിന്റെ സമ്മാനം
ഡോക്ടർ കൃഷ്ണനുണ്ണി. അങ്ങനെ പ്രേക്ഷകർ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ സമ്മാന പദ്ധതിയിൽ അംഗമാവുകയാണ്. ഏതായാലും നമുക്ക് കൂടുതൽ സജീവമായി ജനുവരി, ഇനി എത്ര ദിവസമുണ്ട്, വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ, 2 ആഴ്ച കൂടിയേ ഉള്ളൂ, നമ്മുടെ ഗേറ്റ് തുറക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.